അല്ല, മത്സരം മുരളീധരനും സുരേഷ് ഗോപിയാണ്. മുമ്പ് പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലായിരുന്നു. ഇപ്പം മത്സരം മാറിയെന്ന് വെച്ചാൽ മാറ്റാം. സുരേഷ് ഗോപി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധ്യതകൾ ഇപ്പോഴും വളരെ സജീവമാണെന്ന് തന്നെ തോന്നുന്നത്. കാരണം സുരേഷ് ഗോപി ഉണ്ടാക്കിയ 5 വർഷം അവിടെ നിന്നുള്ള പ്രവർത്തനമാണ് സുരേഷ് ഗോപിയുടെ. പിന്നെ ഇപ്പൊ പൽമേജനെ കഴിഞ്ഞ 2 നിയമസഭാ ഇലക്ഷനിലും കോൺഗ്രസ്സുകാർ തന്നെയാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് പോലും പൽമേജ കഴിഞ്ഞ തവണ 1000 വോട്ടിനാണ് തോറ്റത്. 900 വോട്ടിന്. അപ്പൊ അങ്ങനെ പൽമേജ തോറ്റിട്ടുണ്ടെങ്കിൽ 1000 വോട്ടിന് 900 വോട്ടിന് തോറ്റിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് ഇല്ലാതെയാണ് പൽമേജ അവിടെ അത്രയും വോട്ട് പിടിച്ചതെങ്കിൽ ആ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പൽമേജയ്ക്ക് പറ്റിയാൽ അവിടെ സുരേഷ് ഗോപിയുടെ സാധ്യത വളരെ ശക്തമാണ്. മത്സരം നടക്കുന്നത് പ്രതാപനും സുരേഷ് ഗോപി ആയിട്ടായിരുന്നു. അല്ല, വന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു ഷിഫ്റ്റ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ധീവര വോട്ടുകൾ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ്, ആ ഷിഫ്റ്റ് അവിടെ ധീവരന്റെ വോട്ടുകൾ പിന്നെ താരതമ്യേന കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അത് പ്രതാപന് കിട്ടിയ അത്ര കോൺഗ്രസിന് ഇദ്ദേഹത്തിന് കിട്ടുമോ നമുക്കറിയില്ല. പിന്നെ സുരേഷ് ഗോപിക്ക് കിട്ടാൻ സാധ്യതയുള്ള നായക വോട്ടുകൾ മുരളിയിലേക്ക് പോകുമെന്ന് വെച്ചാൽ ഇപ്പൊ, അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ മുരളിയിലേക്ക് പോകുമെന്ന് വെച്ചാൽ അങ്ങനെ വലിയ രീതിയിൽ പോകാൻ സാധ്യതയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരമായിട്ടുള്ള ആരാന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സുരേഷ് ഗോപി. ഹി ഹാസ് ബീൻ ദർ ആൻഡ് ഹി ഈസ് നോട്ട് എ പേഴ്സൺ വിത്ത് സെൽഫിഷ് മോട്ടീവ്സ്. ആൻഡ് അത് ആ ഒരു അപ്രീസിയേഷൻ സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ട്. സോ ദ ഫൈറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ മുരളീധരൻ ആൻഡ് സുരേഷ് ഗോപി, ആൻഡ് ഐ തിങ്ക് സുരേഷ് ഗോപി ഹാസ് എൻ അപ്പർ ഹാൻഡ്. മുരളീധരൻ വടകര എന്നാൽ തോറ്റുകയായിരുന്നു. കാരണം RSS എങ്ങനെ ഇയാൾ തോൽപ്പിക്കണമുണ്ട്. അപ്പൊ ഇവിടെ എന്നാൽ ഓൾറെഡി RSS ഇയാൾക്ക് വോട്ട് ചെയ്യില്ല. കുമ്മനത്തെ തോൽപ്പിച്ചതാണ് പ്രശ്നം. നിയമത്തിൽ ഇയാൾ പിടിച്ച വോട്ട് കൊണ്ടാണ് അവിടെ കുമ്മനം തോറ്റുപോയത്. അപ്പം തൃശ്ശൂരെത്തിയ ഏതായാലും RSS വോട്ടൊക്കെ കിട്ടാൻ സുരേഷ് ഗോപിക്ക് പോകുള്ളൂ. അപ്പം ഒരു മുരളീധരൻ എന്ന രീതിയിൽ ഒരുപക്ഷെ പ്രതാപനെക്കാട്ട് കുറച്ച് ഗ്ലാമർ ഉള്ള ഒരു നേതാവ് എന്ന രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും കോൺഗ്രസ്. അല്ലെങ്കിൽ ലീഡറിന്റെ കുടുംബത്തെ പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിൽ ഇതോടുകൂടി നിഷ്കാശനം ചെയ്യാന്നുള്ള അൾട്ടീരിയർ മോട്ടീവ് ആയിരിക്കും. പലർക്കും ലീഡർ വളർത്തിക്കൊണ്ടുവന്ന പലർക്കും പൽമജ പറയുന്ന പോലെ ലീഡർ ഇപ്പൊ ഭയങ്കര ചതുർത്ഥിയാണ്. ലീഡറുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും പുറത്തു യാത്രയെ സന്തോഷം വിചാരിക്കുന്ന ആളുകൾ. യദുകുലം അങ്ങനെയാണല്ലോ, അടിച്ചു മുടിയുമ്പോൾ ഓരോരുത്തരുടെ ശത്രുക്കളോ. അതാണ് കോൺഗ്രസ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്ര എന്താ പറയുക, രാഷ്ട്രീയപരമായി പ്രബുദ്ധമായ നിലപാടോ നിഷ്കളങ്കമായ നിലപാടൊന്നും ആണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ പിന്നെ പലർക്കും പല താല്പര്യങ്ങളുണ്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ നിങ്ങളുടെ താല്പര്യം മുഖ്യമന്ത്രി ആവാനാണെങ്കിൽ അടുത്ത കാലത്ത് കോൺഗ്രസ് ഇവിടെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല. കാരണം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ. പക്ഷെ മുരളീധരനെ നിങ്ങൾ ഈ രീതിയിൽ സൈലന്റ് ആക്കിയാൽ മുരളീധരൻ കേരളത്തിൽ എനിക്കൊന്നും ഇപ്പം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. കോൺഗ്രസ് തന്നെ ഏറ്റവും കൂടുതൽ തലയെടുപ്പ്, സുധാകരൻ കഴിഞ്ഞ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് മുരളീധരൻ. അപ്പൊ മുരളീധരനെ നിങ്ങൾ അങ്ങനെ സൈലന്റ് ആക്കാൻ അങ്ങനെ കാണും നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മുരളിക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുരളീധരൻ നല്ല നേതാവ്, അതിൽ കാര്യം. മുരളീധരൻ മുമ്പ് അവിടെ നിന്ന് തോറ്റല്ലേ. ഇനി ഏതൊരു കാര്യം കൂടി ഞാൻ പറയാം. മുരളീധരൻ തോറ്റിട്ടുണ്ട്, കർണാടകം തോറ്റ്, പൽമജ തോറ്റിട്ട്. തൃശ്ശൂര് കർണാടകം മാളയിൽ ജയിച്ചു എന്നല്ല, തൃശ്ശൂര് മുരളീധരനെ നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ രാശിയുള്ള ഒരു സ്ഥലമല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് കോഴിക്കോടെ കാണാൻ അദ്ദേഹത്തിന് രാശിയുണ്ട്, തിരുവനന്തപുരം അദ്ദേഹത്തിന് രാശിയുണ്ട്. അപ്പൊ ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ലോക്സഭയിലേക്കാണ് പിന്നെ ഒരാളെ തിരഞ്ഞെടുത്തയക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ആൾ, പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആൾ, എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ ശേഷിയുള്ള ആൾ, വരാൻ പോകുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ്, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യമായിട്ട് സുരേഷ് ഗോപിയുടെ ലൈഫിൽ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് പിന്നെ അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ സഹായിച്ചിട്ട് ഇടയ്ക്കെന്തൊരു അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതൊരു ചികിത്സാ സഹായമായിട്ട് വന്ന സമയത്ത് ഗോവിന്ദനോട് ചോദിക്കാം, അങ്ങനെ എന്താ പറഞ്ഞൊരു വിവാദം ഞാൻ കേട്ടോ. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഒരു ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും ഒരേപോലെ കണ്ടി ആരെയും സഹായിക്കാൻ പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാൾ. പിന്നെ തൃശ്ശൂർ ബിസിനസ് ക്ലാസ്സും കൂടി ഉള്ളതാണ്. പിന്നെ സ്ത്രീകളെല്ലാം വളരെ എന്താ പറയുക, എൻലൈറ്റൻഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പൊ അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് സുനിലിന് ശരിയാണ് MLA ഒക്കെ ആയിരിക്കാൻ പറ്റിയ ഒരാളാണ്. കേന്ദ്രത്തിൽ പോയി സുനിലിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മുരളീധരന് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, പക്ഷെ സുരേഷ് ഗോപിയുടെ ആ എടുപ്പുണ്ടോ എന്നും സംശയമാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ എന്റെ ഒരു വസ്തുനിഷ്ഠമായി മലയാളിയുടെ ഒരു എന്താ പറയുക യാഥാർത്ഥ്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ ഒരു വിലയിരുത്തല് സുരേഷ് ഗോപിയും മുരളിയുമായിട്ടാണ് മത്സരം ഉണ്ടാവാൻ സാധ്യത. അതിൽ സുരേഷ് ഗോപിക്ക് സോഫ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ബാക്കിയെല്ലാ കാര്യം പിന്നെ സുരേഷ് ഗോപി RSS BJP എന്നുള്ള തിയററ്റിക്കൽ കാര്യം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, 2002 ആ ഗുജറാത്ത് കലാപം നടന്ന ഉടനല്ലേ ഇവിടെ കേരളത്തില് പിന്നെ എന്താണ് PC തോമസ്, NDAയുടെ സ്ഥാനാർത്ഥി PC തോമസ്, ആദ്യം NDA ഇവിടെ അക്കൗണ്ട് തുറക്കുന്നത് രാജഗോപാൽ അല്ല, PC തോമസ് ആണ്. PC തോമസ് ജയിക്കുന്നത്. അത് ക്രിസ്ത്യാനികളല്ലേ വോട്ട് ചെയ്തത്. അന്ന് ഞാൻ അവിടുത്തെ PC തോമസിന്റെ എതിരാളി ഒരു മുസ്ലിം ആയിരുന്നു സ്ഥാനാർത്ഥി, എബ്രാഹിം എന്നിട്ട് വന്നു. അപ്പൊ ഞാൻ കേരള കോൺഗ്രസ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, LDFന്റെ കൂടെയുള്ള കേരള കോൺഗ്രസിന്റെ അവിടെയുള്ള നേതാവിന് ട്രെയിനിൽ വരുമ്പോൾ ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കാർക്കൊക്കെ വോട്ട് ചെയ്ത്? PC തോമസ്. എന്നോട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് അല്ല, അയാൾ കേരളത്തിലൊക്കെ നല്ല സ്വാധീനമുള്ളതല്ലേ, പിന്നെ എന്തിനാ ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അതിന്റെ നടുവിലുണ്ട്.
അപ്പൊ ആ രീതിയിൽ വോട്ട് ചെയ്ത ആളുകളാണ് മലയാളികൾ. ആ വർഷം ലക്ഷദ്വീപിൽ നടന്ന ഇലക്ഷനിൽ പിന്നെ ആ ഇലക്ഷനിൽ NDA ജയിച്ചു. ഏത് ഗുജറാത്ത് കലാപം നടന്ന ഉടനെ നടന്ന ഇലക്ഷനിൽ PM സയ്യിദ് എന്ന് പറഞ്ഞ ലക്ഷദ്വീപുകാരുടെ എക്കാലത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ NDA ആ സീറ്റ് പിടിച്ചു. പിന്നെ രാജ്യസഭയെ കൊണ്ടുവന്നിട്ടാണ് സോണിയാഗാന്ധി അദ്ദേഹത്തിന് മന്ത്രിയാക്കിയത്, അത് മറ്റേ സെയ്ദിനെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു രാഷ്ട്രീയം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിഷ്കളങ്കമൊന്നും അല്ല രാഷ്ട്രീയം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് അടിയൊഴുക്കുകൾ വരാൻ സമയം. പിന്നെ ജനങ്ങൾ മലയാളി വളരെ ഇൻഡിവിജ്വലിസ്റ്റ്. പണ്ടത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മലയാളി അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾ മലയാളിയുടെ മിഷിഹയാവും എന്ന് വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യം കോൺഗ്രസ് കളഞ്ഞു, BJP പിന്നെ ആ രീതിയിൽ ഒരിക്കലും മലയാളികൾ കണ്ടിട്ടില്ല. കോൺഗ്രസ് കളഞ്ഞു, CPM ആണ് ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഇതിൽ പോകുന്നത്. സിദ്ധാർത്ഥ പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അഭിമന്യുവിന്റെ കേസ് വരുമ്പോൾ അവിടെ ഫയൽ കോടതിയിൽ നിന്ന് മിസ്സാവുന്നു. അപ്പൊ മലയാളി കൂടുതൽ ഒരു മിഷിഹേന മലയാളി സ്വയം ഒരു രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മലയാളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള. ആ മലയാളി എങ്ങനെ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്ത് BJPക്ക് ഒരു സമയത്ത് വോട്ട് ചെയ്യാം, അടുത്ത തവണ CPM ചെയ്യാം, അടുത്ത തവണ കോൺഗ്രസിന് ചെയ്യാം. ആരാണ് തങ്ങൾക്ക് കൂടുതൽ അനുയോജ്യൻ എന്ന് തോന്നി വോട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ പ്രത്യയശാസ്ത്രപരമായ ബൗണ്ടറികൾക്ക് അപ്പുറത്തേക്ക് മലയാളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലയാളിയെ മാറ്റുന്നതിൽ, മലയാളിയെ ബൗണ്ട് ചെയ്ത് നിർത്തുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു സംഭാവന ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ അല്ലാതെ മാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അപജയമാണ്. കോൺഫിഡൻസോടുകൂടി ഇന്ന് രാഷ്ട്രീയ നേതാവ് എന്ത് വർഷത്തിൽ ഞങ്ങളെ കൂടെ നിൽക്കും എന്ന് പറയാൻ മലയാളിക്ക് ഇപ്പൊ ആരാ ഉള്ളത്? എനിക്ക് തോന്നുന്നു ആ സുരേഷ് ഗോപി അക്കാര്യത്തിലൊക്കെ ഒരു കാര്യം ഏറ്റെടുത്ത സുരേഷ് ഗോപി. പിന്നെ കോൺഗ്രസിലാണെങ്കിൽ സുധാകരൻ ഉണ്ടായിരുന്നു നല്ല കാലഘട്ടത്തിൽ. അതുപോലെ CPM-ലാണ് എനിക്കൊന്നു ഈ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹം കൂടെ നിൽക്കുന്ന ആളുകളെ കൈവിടുമായിരുന്നില്ല. അപ്പൊ അതൊക്കെയാണ് സംഭവം. CPM കുറച്ചുകൂടി അത്ര ആളുകൾ ഉണ്ട് എന്നല്ലാതെ പണ്ടത്തെ പോലെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളുടെ ആ രീതിയിൽ ഒരു കോൺഫിഡൻസ് പിന്നെ ജനങ്ങൾ ഇപ്പം നിലനിർത്താൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആവുന്നു, അവർക്ക് ഗുണകരമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ അവരെടുക്കുന്നു എന്നുള്ളതാണ്.